ഏകദേശം ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പോലെ അഡ്വക്കേറ്റോട് വളരെ വലിയ രഹസ്യങ്ങൾ അഡ്വക്കേറ്റിൻ്റെ അടുത്തുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ കൗൺസിലേഴ്സും സ്ട്രിക്റ്റായിട്ട് ഈ ആളുടെ എല്ലാ പ്രശ്നങ്ങളും കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അഡ്വൈസ് എന്ന് പറയുമ്പോഴോ അതിന് ലീഗലായിട്ടുള്ളൊരു ഇതുമില്ല. അത് ചിലപ്പോൾ ആളുകളുടെ മുമ്പിൽ നിന്നായിരിക്കും ഉപദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേക ഒരു കോൺഫിഡൻഷ്യൽ സ്വഭാവമൊന്നും ഉണ്ടായിരിക്കില്ല. അത് ജസ്റ്റ് ഒരു ഉപദേശം മാത്രമായിരിക്കും. അതുപോലെ ടൈം ഫ്രെയിമിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് ഡീപ്പായിട്ടുള്ള പ്രോസസ്സാണ്. അത് 1-2 ദിവസം കൊണ്ട് 3-4 ദിവസം കൊണ്ട് അതിൽ 3-4 സിറ്റിങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുന്ന കേസ് മിക്കവാറും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അഡ്വൈസോ ഒറ്റ സമയത്തുണ്ടാവുള്ളൂ ഉപദേശം, അല്ലെങ്കിൽ 2 പ്രാവശ്യം, അതോടെ കഴിഞ്ഞു. അതാണ് അഡ്വൈസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദീർഘനാളെടുത്തിട്ട് ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ലയിച്ച് നല്ല രീതിയിൽ അദ്ദേഹത്തെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം റീഇൻഫോഴ്സ് ചെയ്യുക എത്തിച്ച് നല്ല രീതിയിൽ അഡ്വൈസോ ഒറ്റ സമയത്തുണ്ടാവുള്ളൂ ഉപദേശം, അല്ലെങ്കിൽ 2 പ്രാവശ്യം, അതോടെ കഴിഞ്ഞു. അതാണ് അഡ്വൈസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദീർഘനാളെടുത്തിട്ട് ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ലയിച്ച് നല്ല രീതിയിൽ അദ്ദേഹത്തെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം റീഇൻഫോഴ്സ് ചെയ്യുക കൊണ്ടെത്തിക്കുന്നതിനുള്ള ഒരു വലിയൊരു പ്രോസസ്സായിരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഒരു ഇമോഷണലായിട്ടുള്ള വളരെ നല്ലൊരു ക്ലാരിറ്റി ഈ ക്ലയൻറ്റിന് കൊടുക്കും. ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സാന്ത്വനം, ഒരു പീസ്ഫുൾ അന്തരീക്ഷം ആ ക്ലയൻറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ കൗൺസിലിംഗ് സഹായകമാകും. പക്ഷേ അഡ്വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് അന്ന് നമ്മൾ ഇരിക്കുന്ന അതേ ഒരു അവസ്ഥയായിരിക്കും അഡ്വൈസിന് ഉണ്ടാവുക. അതുപോലെ ഈ ക്ലയൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും പ്രൊഫഷണൽ കൗൺസിലിങ്ങിൽ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അല്ലാതെ ഉത്തരങ്ങൾ കൊടുക്കുകയല്ല കൗൺസിലർ ചെയ്യുന്നത്. അവരെ കൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ, അതിൻ്റെ എങ്ങനെയാണ് നീക്കുപോക്കുകൾ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ക്ലയൻറ്റിനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും പ്രൊഫഷണൽ കൗൺസിലിംഗ് ഉള്ളത്. പക്ഷേ അഡ്വൈസ് എന്ന് പറയുന്നത് വളരെ നമുക്കൊക്കെ അറിയുന്ന കുറേ കാര്യങ്ങൾ ഒരു ഉപദേശ രൂപത്തിൽ അത്യാവശ്യം സൗണ്ട് പൊക്കിയിട്ട് ഒരു താളത്തോടുകൂടി പറഞ്ഞാൽ അത് ഉപദേശമായി. പക്ഷേ അത് കൗൺസിലിംഗ് അല്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഈ വ്യക്തിയിൽ നിന്നല്ല, കൗൺസിലിംഗ് കൊടുക്കുന്ന വ്യക്തികളിൽ നിന്നല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് സ്വന്തം ക്ലയൻറ്റിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അതിന് പ്രോസസ്സിൻ്റെ ആ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു പരിഹാരങ്ങൾ കാണുന്ന ഒരു പ്രക്രിയയാണത്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻ വളരെ ഡീപ്പായിട്ട് നമ്മൾ ഇമോഷനിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ കൗൺസിൽ സഹായിക്കും. നമ്മുടെ വിശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ രീതികൾ, ഇതിനെയെല്ലാം ഒരുപാട് ദിവസങ്ങളുടെ കൗൺസിലിങ്ങിലൂടെ അതിനെയെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. അല്ലെങ്കിൽ ഇമോഷണലി എത്രത്തോളം നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥ ഈ കൗൺസിലർ ഉണ്ടാക്കും. പക്ഷേ അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉപരിതല വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പുറമേയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ മാത്രം പിടിച്ചു തൂങ്ങിയിട്ടുള്ള കുറച്ച് വാക്കുകൾ മാത്രമായിരിക്കും ഉപദേശകൻ്റെ അടുത്ത് നിന്നുണ്ടാവുക. പക്ഷേ മറ്റുള്ളത് നമ്മുടെ എല്ലാ ഇമോഷൻസ്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങൾ, നമ്മുടെ എല്ലാ കഥകൾ, എല്ലാ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അതിലേക്ക് പ്രവേശിക്കാനും അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ഉത്തരം തരുന്ന രീതിയിലുമായിരിക്കും അതിൻ്റെ ഇമോഷണൽ ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പല ആളുകളും പ്രസംഗപാഠമുള്ളവർക്ക് ഒരിക്കലും കൗൺസിലിംഗ് എന്ന് പറയുന്നത് കഴിയില്ല എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രക്കും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കൗൺസിലിംഗ് ആൻഡ് അഡ്വൈസ് ഈസ് വെരി ഡിഫറെൻറ്റ്.